ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഫിറ്റിംഗ് ഓഫ് എ ഡിസ്ട്രിബ്യൂഷൻ ആണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് ഫിറ്റിംഗ് ഓഫ് എ ഡിസ്ട്രിബ്യൂഷൻ? ഫിറ്റിംഗ് ഓഫ് എ ഡിസ്ട്രിബ്യൂഷൻ ടു എ ഡേറ്റ എന്ന് നമുക്ക് പഠിക്കാം. അതായത് നമുക്കൊരു ഫ്രീക്വൻസി ഡേറ്റ ഉണ്ട്, ഫ്രീക്വൻസി അൺഗ്രൂപ്ഡ് ഫ്രീക്വൻസി അല്ലെങ്കിൽ ഗ്രൂപ്ഡ് ഫ്രീക്വൻസി ടേബിൾ ഉണ്ട്. ഈ അൺഗ്രൂപ്ഡ് അല്ലെങ്കിൽ ഗ്രൂപ്ഡ് ഫ്രീക്വൻസി ഡേറ്റയെ ഈ ഒരു പർട്ടിക്കുലർ ഡിസ്ട്രിബ്യൂഷനിലേക്ക് ഫിറ്റ് ചെയ്യുക. എന്തിനാണ് ഇങ്ങനെ ഫിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, നമുക്ക് കുറച്ച് വാല്യൂസ് നമുക്ക് ഗിവൺ ആണെങ്കിൽ നേരത്തെ ഉള്ള ഇനി വരാൻ പോകുന്ന ഒബ്സർവേഷന്റെ ഫ്രീക്വൻസി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് തിയററ്റിക്കലി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ഡിസ്ട്രിബ്യൂഷനെ ഒരു ഫ്രീക്വൻസി ഡേറ്റയിലേക്ക് ഫിറ്റ് ചെയ്യുന്നത്. അതായത് ആ ഫ്രീക്വൻസി നമുക്കൊരു ഫ്രീക്വൻസി ഡേറ്റയാണ്, ഒരു ഡേറ്റ നമ്മുടെ ഉണ്ടെങ്കിൽ ആ ഡേറ്റ ഫോളോ ചെയ്യുന്നത്, ആ റണ്ടമിന് ഫോളോ ചെയ്യുന്നത് ഒരു പ്രത്യേക ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അസ്യൂം ചെയ്യുന്നതിന് രീതിയുണ്ട്, സയന്റിഫിക് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആ ചെയ്യുന്നതിലൂടെ നമ്മൾ ഫ്രീക്വൻസികൾ കണ്ടുപിടിക്കുന്നു. ഓരോ ഒബ്സർവേഷന്റെയും തിയററ്റിക്കൽ ഫ്രീക്വൻസി എപ്പോഴും ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയും തിയററ്റിക്കൽ ഫ്രീക്വൻസിയും തമ്മിൽ വ്യത്യാസം ഉണ്ടാകും. ഈ വ്യത്യാസം വളരെ കുറവും അത് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നതുമാണെങ്കിൽ ആ ഫിറ്റ് നമ്മൾ എടുക്കും. എന്നിട്ട് ഇത് ഉപയോഗിച്ച് ഈ തിയററ്റിക്കൽ ഫ്രീക്വൻസി ഉപയോഗിച്ച് ഇനി വരാൻ പോകുന്ന ഒബ്സർവേഷൻസിന്റെ ഫ്രീക്വൻസികൾ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത് കണ്ടുപിടിക്കും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എക്സാമിന്, നിങ്ങളുടെ തിയറി എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പ്രാക്ടിക്കൽ എക്സാമിന് ഷുവറായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫോർത്ത് സെമ്മില് പ്രാക്ടിക്കൽ എക്സാമിന് നിങ്ങൾക്ക് എക്സൽ ഷീറ്റ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഒരു ഫിറ്റ് ചെയ്യുന്നത്, ഡിസ്ട്രിബ്യൂഷൻ ഒരു ഡേറ്റയിലേക്ക് ഫിറ്റ് ചെയ്യുന്നത്, ആ ഫിറ്റ് ചെയ്യുന്നതും ചെയ്യണം. അതിന് ഗുഡ്നെസ് ഓഫ് ഫിറ്റ്, ആ ഫിറ്റ് എത്രമാത്രം നല്ല രീതിയിലാണ് ഫിറ്റ് ആയിരിക്കുന്നത്, ആ ഫിറ്റ് കൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടോ എന്ന് അളക്കുന്ന അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ചെയ്യുന്ന പ്രൊസീജിയറും കൂടി നമ്മളവിടെ പഠിക്കും. നമുക്ക് പ്രാക്ടിക്കലി പഠിക്കാനുണ്ട്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു ഡേറ്റയിലേക്ക് ഒരു ഡിസ്ട്രിബ്യൂഷനെ ഫിറ്റ് ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഒരു ഡേറ്റയിലേക്ക് നമുക്ക് ആദ്യം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനെ ഒരു ഡേറ്റയിലേക്ക് ഫിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഉദാഹരണത്തിന് നമുക്ക് സെറ്റ് ഓഫ് ഒബ്സർവേഷൻസ് ഉണ്ട്, xi, ആൻഡ് അതിന്റെ ഫ്രീക്വൻസി ഉണ്ട് fi. ഓക്കെ, xi fi at x1 x2 etc xn and the frequency f1 f2 etc fn. ടോട്ടൽ ഫ്രീക്വൻസി ക്യാപിറ്റൽ N കൊണ്ട് ക്യാപിറ്റൽ N കൊണ്ട് ഞാൻ ഡിനോട്ട് ചെയ്യാണ് സമ്മേഷൻ i equal to 1 to n fn. ഓക്കെ, നമുക്ക് ഈ ഡേറ്റയിലേക്ക് ഒരു ഡിസ്ട്രിബ്യൂഷനെ ഫിറ്റ് ചെയ്യണം. ഓക്കെ, ഡിസ്ട്രിബ്യൂഷനെ ഫിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, ആ ഡിസ്ട്രിബ്യൂഷന്റെ പാരാമീറ്റർ ഈ ഡേറ്റയിൽ നിന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, നമ്മളൊരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് എടുക്കുന്നതെങ്കിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന് നമ്പർ ഓഫ് ട്രയൽസും പ്രോബിലിറ്റി ഓഫ് സക്സസും ആണ് പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ BNP. നമുക്കറിയാം, if x follows, if this x follows, ഈ x follows ബൈനോമിയൽ ആണെങ്കിൽ f of x എന്തായിരിക്കും? p raised to x, ncx p raised to x q raised to n minus x. സോ നമുക്ക് വേണ്ടത് n ഉം p ഉം ആണ്. ഇവിടെ n നമുക്കറിയാം, എത്ര ഒബ്സർവേഷൻസ് ഉണ്ട്, അതാണ് n. ഓക്കെ, n നമുക്ക് കിട്ടി, നമുക്ക് p ആണ് കണ്ടുപിടിക്കേണ്ടത്. p നമുക്ക് നമുക്ക് ആകെ നമ്മുടെ കയ്യിലുള്ളത് ഈ ഫ്രീക്വൻസി ടേബിൾ ആണ്. ഈ ഫ്രീക്വൻസി ടേബിളിൽ നിന്ന് നമ്മൾ എങ്ങനെ p കണ്ടുപിടിക്കും, അല്ലെങ്കിൽ നമ്മൾ ഏത് എസ്റ്റിമേറ്റിനെയാണ്, നമ്മൾ ഏത് വാല്യൂവിനെയാണ് p ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, നമുക്കറിയാം ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ ഇത് നമ്മൾ വിചാരിക്കുന്നത് ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്ന റാൻഡം വേരിയബിൾ ആണെന്നാണ്. നമുക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിയുന്ന ഫ്രീക്വൻസികൾ ഇതാണ്. ഓക്കെ, നമ്മൾ അസ്യൂം ചെയ്യാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്ന റാൻഡം വേരിയബിൾ ആണെങ്കിൽ ഈ റാൻഡം വേരിയബിളിന്റെ മീൻ എക്സ്പെക്ടേഷൻ ഓഫ് x എന്തായിരിക്കും? എക്സ്പെക്ടേഷൻ ഓഫ് x എന്തായിരിക്കും? NP ആയിരിക്കും. NP എന്ന് പറയുന്നതാണ് മീൻ. തിയററ്റിക്കലി ഈ x എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുവാണെങ്കിൽ തിയററ്റിക്കലി എക്സ്പെക്ടേഷൻ ഓഫ് x മീൻ എത്രയായിരിക്കും? NP ആണ് വരേണ്ടത്. നമുക്ക് പക്ഷേ മീൻ ഇവിടുന്ന് കണ്ടുപിടിക്കാം. ഒബ്സർവേഷൻ ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ നമുക്ക് മീൻ കണ്ടുപിടിക്കാം. അതെന്താണ്? x bar എന്ന് പറയുന്നത്. x bar. അപ്പൊ നമുക്ക് കിട്ടിയ റിലേഷൻ കിട്ടി, എന്താ? NP equal to x bar. നമുക്ക് കിട്ടി x bar by n.
എക്സ് ബാർ ബൈ എൻ. അപ്പൊ എന്താ നമ്മുടെ എഫ് ഓഫ് എക്സ് എന്തായിട്ട് മാറി? എൻ സി എക്സ് എക്സ് ബാർ ബൈ എൻ. പിയുടെ സ്ഥാനത്ത് എക്സ് ബാർ ബൈ ഓൾ റൈസ് ടു എക്സ് 1 മൈനസ് പി. ക്യൂവിനെ ഞാൻ 1 മൈനസ് പി എന്ന് എഴുതുന്നു. പി എന്താണ്? എക്സ് ബാർ ബൈ എൻ ഓൾ റൈസ് ടു എൻ മൈനസ് എക്സ്. ഓക്കെ, നമുക്ക് ഇവിടുന്ന് എഫ് ഓഫ് 1 എഫ് ഓഫ് 2 ഒക്കെ കണ്ടുപിടിക്കാം. എന്താ ഈ x1 എന്ന് പറയുന്ന ഇവിടെ നമ്മുടെ ഒബ്സർവേഷൻസ് x1 x2 എക്സെട്ര xn ആണ്, 1 2 3 അല്ല. അപ്പൊ ശ്രദ്ധിക്കണം, ഇവിടെ എഫ് ഓഫ് x1 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഇവിടെ x ന്റെ സ്ഥാനത്ത് x1 ഇട്ട് കൊടുത്താൽ മതി. എഫ് ഓഫ് x2 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഇവിടെ x ന്റെ സ്ഥാനത്ത് x2 ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഈ എക്സ് ബാറും എന്നും നമുക്ക് അറിയാവുന്ന വാല്യൂസ് ആണ്. ഓക്കെ, വേരി ചെയ്യുന്നത് ഈ x ആണ്, x1 x2. ഓക്കെ, നമുക്ക് ഈ എഫ് ഓഫ് x1 ഉം എഫ് ഓഫ് x2 ഒക്കെ ഉണ്ടെങ്കിൽ ഈ രണ്ടാം വേരിയബിൾ x1 എന്ന വാല്യൂ എടുക്കാനുള്ള പ്രോബിലിറ്റിയാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. x1 എന്ന് പറയുന്ന വാല്യൂ എടുക്കാനുള്ള പ്രോബിലിറ്റിയാണ് ഇവിടുന്ന് ലഭിക്കുന്നത്. നമുക്ക് വേണ്ടത് ഇതിന്റെ ഫ്രീക്വൻസിയാണ്. ഫ്രീക്വൻസി എങ്ങനെയാന്ന് പറഞ്ഞാൽ ഇതാണ് ക്യാപിറ്റൽ എൻ. ഈ ക്യാപിറ്റൽ എന്നിനെ നമ്മൾ തിയററ്റിക്കൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ, തിയററ്റിക്കലായിട്ട് നമ്മൾ വിചാരിക്കുന്നത് ഈ x1ന്റെ ഫ്രീക്വൻസി എത്രയാണ് നമ്മൾ തിയററ്റിക്കലി കണ്ടുപിടിക്കണം. ഒബ്സർവ്ഡ് അല്ല, തിയററ്റിക്കലി. എങ്ങനെയാണ്? ഈ ക്യാപിറ്റൽ എന്നിനെ എഫ് ഓഫ് x1 കൊണ്ട് ഗുണിച്ചാൽ x1ന്റെ തിയററ്റിക്കൽ ഫ്രീക്വൻസി ആയി. തിയററ്റിക്കൽ ഫ്രീക്വൻസി ഓഫ് x2 എന്ന് പറഞ്ഞാൽ ഈ ക്യാപിറ്റൽ എന്നിനെ എഫ് ഓഫ് x2 കൊണ്ട് ഗുണിച്ചാൽ എന്താ തിയററ്റിക്കൽ ഫ്രീക്വൻസി ഓഫ് x2 ആയി. അപ്പൊ അങ്ങനെ തിയററ്റിക്കൽ ഫ്രീക്വൻസി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ബൈനോമിയൽ ഉപയോഗിച്ച് ഈ ഡേറ്റയെ നമ്മൾ ഫിറ്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ എന്താ? തിയററ്റിക്കൽ ഫ്രീക്വൻസി നമ്മൾ കണ്ടുപിടിച്ചു. ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയിൽ നിന്ന് നമ്മൾ തിയററ്റിക്കൽ ഫ്രീക്വൻസി കണ്ടുപിടിച്ചു. പക്ഷെ ഇങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ ചില സമയത്ത് നമ്മുടെ ഫിറ്റ് നല്ലതായിരിക്കും, ചില സമയത്ത് അത്ര നല്ലതായിരിക്കത്തില്ല. അപ്പൊ ഫിറ്റ് നല്ലതാണോ ഇല്ലെന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള മാർഗങ്ങൾ വേറെ ഉണ്ട്. അത് നമ്മൾ അടുത്ത സെമ്മിലാണ് പഠിക്കുന്നത്. ഒരു ഫിറ്റ് എത്രത്തോളം നല്ലതാണ് എന്ന് പഠിക്കുന്നത്. അപ്പൊ ഇത് നന്നായിട്ട് പഠിക്കാം, എന്ന് നമുക്ക് അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇപ്പൊ നമ്മൾ ചെയ്തത് ബൈനോമിയലിന്റെ കേസിലാണ്. എല്ലാത്തിന്റെയും എന്താണ് തിയറി സെയിം ആണ്. അതായത് ഇവിടെ നിന്ന് നമ്മുടെ ഏത് ഡിസ്ട്രിബ്യൂഷനിലേക്കാണോ നമ്മൾ ഒരു ഡേറ്റയെ ഫിറ്റ് ചെയ്യുന്നത്, ആ ഡേറ്റയുടെ പാരാമീറ്റർ ഇവിടെ നിന്ന് നമ്മുടെ ഉള്ള ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയിൽ നിന്ന് കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ചതിന് ശേഷം ആ പാരാമീറ്റർ ഉപയോഗിച്ച് ഓരോ വാല്യൂ എടുക്കാനുള്ള പ്രോബിലിറ്റി നമുക്ക് കിട്ടുക. ആ പ്രോബിലിറ്റി ഉപയോഗിച്ച് നമ്മൾ തിയററ്റിക്കൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കുക. ഇതാണ് നമ്മുടെ പ്രൊസീജിയർ. ഇപ്പൊ ബൈനോമിയലിന്റെ കേസിൽ എന്താണ്? എക്സ് ഫോളോസ് ബി എൻ പി ആണെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എൻ പി ആണ്. ഈ എൻ പി എന്ന് പറഞ്ഞാൽ മീൻ ആണ്. ഈ മീൻ നമുക്ക് ഇവിടുന്ന് കണ്ടുപിടിക്കാം എക്സ് ബാർ. നമ്മൾ അതിനെ ഇക്വേറ്റ് ചെയ്യുന്നു. അതിൽ നിന്ന് നമുക്ക് പിയുടെ വാല്യൂ കിട്ടുന്നു. ആ പിയുടെ വാല്യൂ ഇവിടെ കൊടുക്കുന്നു. ഇതാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഫ്രീക്വൻസികൾ തരുന്നത്, പ്രോബിലിറ്റി തരുന്നത്. ഈ പ്രോബിലിറ്റിയെ ക്യാപിറ്റൽ എൻ കൊണ്ട് ഗുണിച്ചാൽ തിയററ്റിക്കൽ ഫ്രീക്വൻസി കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ പ്രൊസീജിയർ. ഇനി സെയിം പോസോൺ ഡിസ്ട്രിബ്യൂഷന്റെ കേസോടെ ഞാൻ പറയുകയാണ്. പോസോൺ ഡിസ്ട്രിബ്യൂഷനെ എങ്ങനെ ഫിറ്റ് ചെയ്യാം? ഇത് ബൈനോമിയലാണ് നമ്മൾ കണ്ടത്. ഓക്കെ, സെയിം ഇതുപോലെ ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. നമുക്ക് പോസോൺ ഡിസ്ട്രിബ്യൂഷനിലേക്ക് ഈ ഡേറ്റയെ ഫിറ്റ് ചെയ്യണം. എങ്ങനെ ചെയ്യുന്നത് പറഞ്ഞാൽ, അവിടെ നമ്മുടെ പാരാമീറ്റർ ലാംഡയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എക്സ് ഫോളോസ് പോസോൺ ലാംഡ. അങ്ങനെയാണെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്തായിരിക്കും? ലാംഡ ആയിരിക്കും അല്ലെ? ലാംഡ ആയിരിക്കും. പക്ഷെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ മീൻ ആണ്. മീൻ നമുക്ക് ഇവിടുന്ന് കിട്ടും എക്സ് ബാർ ഈക്വൽ ടു ലാംഡ. നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ നമുക്ക് കിട്ടിയ എന്താ? നമ്മുടെ പാരാമീറ്റർ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത് എന്താ? എക്സ് ബാർ. അപ്പൊ ഈ എക്സ് ബാർ നമ്മൾ ലാംഡയുടെ ഒരു എസ്റ്റിമേറ്റ് ആയിട്ട് കണ്ടുകൊണ്ട് എക്സ് ബാർ ഉപയോഗിച്ച് നമ്മൾ പ്രോബിലിറ്റികൾ കണ്ടുപിടിക്കുകയാണ്. അപ്പൊ എന്താ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു നമുക്കറിയാം ഇ റൈസ് ടു മൈനസ് ലാംഡ റൈസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ ആണല്ലോ. ഇനി നമുക്ക് ലാംഡയുടെ എസ്റ്റിമേറ്റ് കൊടുക്കാം. ഇ റൈസ് ടു മൈനസ് എക്സ് ബാർ റൈസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ. ഇതാണ് എന്താ? എഫ് ഓഫ് എക്സ് ആയിട്ട് മാറുന്നത്. ഇതിൽ നിന്ന് എഫ് ഓഫ് x1 കണ്ടുപിടിക്കുക, എഫ് ഓഫ് x2 കണ്ടുപിടിക്കുക, എക്സെട്ര എല്ലാം കണ്ടുപിടിക്കുക. തിയററ്റിക്കൽ ഫ്രീക്വൻസി ഓഫ് x1 എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ N ഇൻറ്റു എഫ് ഓഫ് x1. തിയററ്റിക്കൽ ഫ്രീക്വൻസി ഓഫ് x2 എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ N ഇൻറ്റു എഫ് ഓഫ് x2 ആൻഡ് സോ ഓൺ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരു ഡിസ്ട്രിബ്യൂഷനെ ഒരു ഫ്രീക്വൻസി ഡേറ്റയിലേക്ക് ഫിറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, ഇതാണ് ഇതിന്റെ തിയറി. മനസ്സിലാക്കുക.
ഇനി നമുക്ക് ഇതിലൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഓക്കെ, ഓക്കെ, നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ഫിറ്റ് ആൻ അപ്രോപ്രിയേറ്റ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ടു ദ ഫോളോയിങ് ഡേറ്റ ഗിവിംഗ് ദ നമ്പർ ഓഫ് ലിറ്റേഴ്സ് വിച്ച് കണ്ടെയ്ൻ 0, 1, 2, 3, 4 ഫീമെയിൽസ് in 103 liters of 4 mice each. Also find the theoretical frequencies. Okay, ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്പർ ഓഫ് ഫീമെയിൽ മൈസ് അതാണ് നമ്മുടെ എക്സ്, നമ്പർ ഓഫ് ഫീമെയിൽ മൈസ്. നമ്പർ ഓഫ് ലിറ്റേഴ്സ് അതാണ് നമ്മുടെ ഫ്രീക്വൻസി. ഓക്കെ, അതായത് ഫിറ്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് ബൈനോമിയൽ ടു ഡിസ്ട്രിബ്യൂഷൻ ടു ദ ഗിവൺ ഡേറ്റ ഗിവിംഗ് ദ നമ്പർ ഓഫ് ലിറ്റേഴ്സ് വിച്ച് കണ്ടെയ്ൻഡ് ഇൻ 0, 1, 2, 3, 4 ഫീമെയിൽസ് in 103 liters of 4 mice each. ഓക്കെ, നമുക്ക് ഇനി ഡേറ്റ നമുക്ക് എഴുതാം. 0, 1, 2, 3, 4. അതായത് ഓക്കെ, ഇതാണ് എക്സ്, ഇതാണ് എഫ് ഓഫ് എക്സ്. നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫിറ്റ് ചെയ്യേണ്ട ഡേറ്റ നമുക്ക് കണ്ടാൽ എങ്ങനെ തിരിച്ചറിയാമെന്ന് നോക്കാം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാര്യം എന്ന് പറഞ്ഞാൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫിറ്റ് ചെയ്യേണ്ട നമ്മൾ എക്സാമിന് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ആണെങ്കിലും തിയറിക്കാണെങ്കിലും നമ്മളോട് ചിലപ്പോൾ ഫിറ്റ് ആൻ അപ്രോപ്രിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ ടു ദ ഡേറ്റ എന്നായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ നമുക്ക് ഏത് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഈ ഡേറ്റയ്ക്ക് അപ്രോപ്രിയേറ്റ് ആകുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് നമുക്ക് നമ്മുടെ തിയറി നന്നായിട്ട് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, എങ്ങനെയാണ് ഒരു അപ്രോപ്രിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ, ഈ ഡേറ്റയ്ക്ക് പറ്റിയ ഡിസ്ട്രിബ്യൂഷൻ കണ്ടെത്തുക നോക്കാം. വളരെ സിമ്പിൾ ആണ്. ഇവിടെ നോക്കാം, നമുക്ക് ഇവിടെ 4 ഒബ്സർവേഷൻസ് ആണ് നോക്കുന്നത്. ഈ 4 ഒബ്സർവേഷന്റെ മിഡിൽ മോസ്റ്റ് നമുക്കറിയാം. ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനെ സംബന്ധിച്ചിടത്തോളം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ മോഡ് എന്ന് പറയുന്നത് എന്താണ്? n+1 × p ആണ്. n+1 × p. ഓക്കെ, n+1 × p. ഇത് ഓൾമോസ്റ്റ് നടുക്കായിട്ടായിരിക്കും ഈ വാല്യൂ വരുന്നത്. അതായത് 0, 1, 2, 3, 4 ഒക്കെ ആണെങ്കിൽ n+1 ഈ പ്രോബബിലിറ്റി ഓഫ് സക്സസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. മോഡ്. എന്നാലും മിഡിൽ വാല്യൂസിലായിരിക്കും കൂടുതൽ വരുന്നത്, കൂടുതൽ ഫ്രീക്വൻസികൾ അല്ലെങ്കിൽ ഫ്രീക്വൻസി കൂടുതലായിട്ട് വരുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കാം. ഫസ്റ്റ് വാല്യൂസിന് അധികം ഫ്രീക്വൻസി ഇല്ല, പക്ഷെ അടുത്തതിന് 32, 2 34, പിന്നെ കുറഞ്ഞു വരുന്നു. അതായത് ഞാൻ ഒരിക്കൽ നമുക്ക് ബൈനോമിയലിന്റെ ഗ്രാഫ് വരച്ച് കാണിച്ചായിരുന്നു, ഹിസ്റ്റോഗ്രാം. ഞാൻ പറഞ്ഞിരുന്നു മോഡിന്റെ വാല്യൂലാണ് ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി, അത് കഴിഞ്ഞിട്ട് കുറഞ്ഞു വരും. ആദ്യം കൂടിക്കൂടി വരും, മോഡ് വരുമ്പോൾ ഏറ്റവും കൂടുതൽ, അതിന് ശേഷം കുറഞ്ഞു വരും. അങ്ങനെയാണ് ഈ ഡേറ്റ പോയിരിക്കുന്നത്. അതായത് ആദ്യം ചെറുതിൽ നിന്ന് തുടങ്ങി മോഡ് എത്തുമ്പോഴേക്കും ഏറ്റവും വലുത് വന്നു, അതിനുശേഷം കുറഞ്ഞു വരും. ഇപ്പൊ മോഡ് എത്രയാണ്? 2 ആണ്. ഓക്കെ, മോഡ് ഇവിടെ 2 ആണ്. അങ്ങനെയാണ് ഈ ഡേറ്റ വരിക്കുന്നത്. ചെറുതിൽ നിന്ന് തുടങ്ങി മോഡിൽ എത്തുമ്പോഴേക്കും ഏറ്റവും വലുതായി വരുന്നു, അതിനുശേഷം വീണ്ടും കുറഞ്ഞു വരുന്നു. ഓക്കെ, മിഡിൽ വാല്യൂസിൽ എത്തുമ്പോൾ കൂടുതൽ വരുന്നു, പിന്നെ കുറഞ്ഞു വരുന്നു. അങ്ങനെ നമ്മൾ ഒരു ഡേറ്റ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അങ്ങനെയാണ് നമ്മൾ ഒരു ബൈനോമിയലിന്റെ ആണോ പോസോണിന്റെ ആണോ നമുക്ക് തിരിച്ചറിയുന്നത്. നമുക്ക് പോസോണിന്റെ ഒരു കേസ് വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പോസോൺ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും. ഓക്കെ, നമുക്കിവിടെ വേണ്ടത്, നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട് നമ്പർ ഓഫ് ലിറ്റേഴ്സ് എത്രയാ? 103 ആണ്. അപ്പൊ ക്യാപിറ്റൽ N ഇതിന്റെ സമ്മ് നമ്മൾ കണ്ടുപിടിക്കേണ്ട, അത് 103 ആണ്. അവർ തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? നമുക്ക് P വേണം, പ്രോബബിലിറ്റി ഓഫ് സക്സസ്. അത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്?
P equal to x bar by n. x bar by n. ഈ എക്സ് ബാർ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? എക്സ് ബാർ സമേഷൻ എഫ് ഐ എക്സ് ഐ ബൈ ക്യാപിറ്റൽ എൻ. സമേഷൻ എഫ് ഐ എക്സ് ഐ ബൈ ക്യാപിറ്റൽ എൻ. ഓക്കെ, ഞാനൊന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്. എക്സ് ഐ എഫ് ഐ സോറി എഫ് ഐ xi fi. Okay, xi 0 1 2 3 4, fi 8 32 34 24 5. xi fi 0 into 8 0 32 68 72 20 92 92 plus 68 160 160 plus 32 192. Okay, summation fi xi എന്താ 192. x bar നമുക്ക് എന്ത് കിട്ടി? summation fi xi by summation fi എന്ന് പറഞ്ഞാൽ n ആണ് summation fi. ഓക്കെ, ഇത് തന്നെയാണ് ഇതും summation fi ആണ് n. 192 by 103 192 by 103 ഇവിടെ ചെയ്ത് നോക്കിയാൽ 1 time 103 89 890 point. ഓക്കെ, പോയിന്റ് ഇടുക. One or three into 8 82 plus 68 82 plus 68 110 7 32 plus 68 100. ഓക്കെ, 172 192 തന്നെയാണ്, അതിൽ കുഴപ്പമില്ല. 103 ഇവിടെയാണ്. 32 68 ആണ്, 24 3 72 ആണ്, 4 5 20 ആണ്. അപ്പൊ ശരിയാണ്. ഓക്കെ, നമുക്ക് നോക്കാം. 8 ടൈംസ് എടുത്താൽ 4 2 0 2 8 824 824 ആണ് വരുന്നത്. 8 1.8 824 ബാക്കി 66 0 103 into 6 വരും. 103 into 6 എത്രയാണ്? 618 ആണ്. 618 4 2 0. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. 1.86 നമുക്ക് എടുക്കാം. ഓക്കെ, എക്സ് ബാർ എത്രയാണ്? 1.86. നമുക്ക് എത്ര സ്ഥാനത്തേക്ക് നമ്മൾ കണ്ടുപിടിക്കുന്നു, അപ്പൊ നമ്മുടെ ആക്യുറസി കൂടും. അപ്പൊ നമുക്ക് എക്സ് ബാർ കിട്ടി 1.86. 1.86 എന്നാണ് നമുക്ക് എക്സ് ബാർ കിട്ടിയത്. പി നമുക്ക് വേണ്ടത് എക്സ് ബാർ ബൈ എൻ ആണ്. 0 1 2 3 4 5ഉണ്ട്. എൻ എത്രയാ? നമ്പർ ഓഫ് ട്രയൽസ് ആണ്, 5ഉണ്ട്. ഓക്കെ, പി ഈക്വൽ ടു 1.86 by 5. 1.86 by 5. 1.86 by 5 0. ഓക്കെ, നമുക്ക് 18.6 നോക്കാം, എന്നിട്ട് നമുക്ക് മാറ്റാം. 18.6 3 15 36 36 186 നോക്കുന്നത്. 36 7 times 35 0.37 നമുക്ക് കിട്ടി. പി ആയിട്ട് ഇത് ഉപയോഗിക്കാം. അപ്പോൾ എഫ് ഓഫ് 0 5 6
C0 സോറി f of x നമുക്ക് ആദ്യം എഴുതാം, എന്നിട്ട് നമുക്ക് f of 0 എഴുതാം. ഇവിടെ നമുക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ എക്സ് ബാർ നമ്മൾ കറക്റ്റായിട്ട് കണ്ടുപിടിച്ചു, പക്ഷേ എക്സ് ബാർ കണ്ടുപിടിച്ചു നമ്പർ ഓഫ് ട്രയൽസ് 4 ആണ്. അതായത് ഓരോ 103 ലിറ്റേഴ്സ് ഓഫ് 4 മൈസ് ഈച്ച്. എത്ര ലിറ്റർ? ഓരോ ലിറ്റേഴ്സും 4 മൈസ് ഈച്ച് ഉണ്ട്. 4 മൈസാണുള്ളത്. 4 മൈസില് നമുക്ക് ഒരു മൈസ് പോലും വരാതിരിക്കാം, ഒരു മൈസ് വരാം, 2 മൈസ് വരാം, 3, 4. ഓക്കെ, അപ്പൊ ഇത് എക്സിന് എടുക്കാവുന്ന വാല്യൂസ് ആണ്, പക്ഷെ നമ്പർ ഓഫ് ട്രയൽസ് 4 ആണ്. നമ്മൾ ബൈനോമിയൽ ചെയ്യുമ്പോഴും നമ്മൾ നമ്പർ ഓഫ് ട്രയൽസ് n ആണെങ്കിലും എക്സിന് എടുക്കാവുന്ന വാല്യൂസ് n+1 ഉണ്ട്. 0 മുതൽ വരുന്നുണ്ട്. അത് ചാൻസ് ആണ്. എക്സിന് എടുക്കാവുന്ന വാല്യൂസ് ആണ് 0, 1, 2, 3, 4 ഇത്രയും ചാൻസ് എടുക്കാം. പക്ഷെ ശരിക്കും ട്രയൽസ് എത്രയുണ്ട്? 4 ഉള്ളൂ. 4 മൈസേ ഉള്ളൂ. അപ്പൊ നമ്മള് ബൈനോമിയലിന്റെ കേസിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നമ്മൾ ശ്രദ്ധിക്കണം. 4 ആണ് നമ്മുടെ നമ്പർ ഓഫ് ട്രയൽസ്. എക്സിന് 0, 1, 2, 3, 4 എന്ന് 5 വാല്യൂസ് എടുക്കാമെങ്കിലും നമ്പർ ഓഫ് ട്രയൽസ് 4 ആണ്. ഓക്കെ, നമ്പർ ഓഫ് ടൈംസ് ദിസ് എക്സ്പെരിമെന്റ് റിപ്പീറ്റ് അത് 4 ആണ്. അതിൽ ഒരെണ്ണം പോലും എന്താണ് മൈസ അങ്ങനെ വരാതിരിക്കാം. പിന്നെ 1, പിന്നെ 2, 3, അങ്ങനെ 4, 5 ചാൻസ് ഉണ്ട്, പക്ഷെ 4 ആണ് നമ്മുടെ നമ്പർ ഓഫ് എക്സ്പെരിമെന്റ്സ്. ഓക്കെ, അത് മറന്നു പോയത്. n=4. നിങ്ങൾക്ക് പ്രീവിയസ് ലെക്ചേഴ്സ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എക്സിന് n+1 ചാൻസ് ഉണ്ട് എടുക്കാൻ, പക്ഷെ നമ്പർ ഓഫ് ട്രയൽസ് n ആണ്. ഓക്കെ, അത് മനസ്സിൽ വെക്കുക. n4 ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കാം p എന്താ? എക്സ് ബാർ ബൈ n 1.86/4 ആണ്. 0.46 ആണ് അപ്രോക്സിമേറ്റ്ലി വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് തിയററ്റിക്കൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ള f of x എഴുതാം. f of x equal to 4cx 0.46 all raised to x 1 minus 0.46 all raised to 4 minus x. ഇതാണ് ഫ്രീക്വൻസി. ഇതാണ് നമ്മുടെ എന്താണ് എക്സിന് 1 ഇട്ട് കൊടുക്കുക, വാല്യൂ കണ്ടുപിടിക്കുക, 2 ഇട്ട് കൊടുക്കുക, വാല്യൂ കണ്ടുപിടിക്കുക. ഇത് കിട്ടുന്നതെല്ലാം പ്രോബബിലിറ്റി ആണ്. ആ പ്രോബബിലിറ്റിയെ ഇപ്പൊ f(1) നമുക്ക് കിട്ടുവാണെങ്കിൽ, f(1) നമുക്കൊരു വാല്യൂ കിട്ടുവാണെങ്കിൽ ആ f(1)നെ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? തിയററ്റിക്കൽ ഫ്രീക്വൻസി ഓഫ് 1. തിയററ്റിക്കൽ ഫ്രീക്വൻസി ഓഫ് 1. ഇങ്ങനെ തിയററ്റിക്കൽ ഫ്രീക്വൻസി ഓഫ് 2 കണ്ടുപിടിക്കുക. ഈ ക്യാപിറ്റൽ 103 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. 103 കൊണ്ട് മൾട്ടിപ്ലൈ ആണ് ഓരോ കിട്ടുന്ന പ്രോബബിലിറ്റി. അപ്പൊ നമുക്ക് തിയററ്റിക്കൽ ഫ്രീക്വൻസി കിട്ടും. ആ തിയററ്റിക്കൽ ഫ്രീക്വൻസി നമ്മുടെ ഈ ഒബ്സർവ്ഡ് ഫ്രീക്വൻസി അവരുടെ അടുത്ത് നിൽക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയിന്റ് വാല്യൂ കിട്ടും. അത് നമുക്ക് ബെസ്റ്റ് ഇന്റിജറിലേക്ക് അല്ലെങ്കിൽ അടുത്ത് കിടക്കുന്ന ഇന്റിജറിലേക്ക് റൗണ്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ കിട്ടുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ഫിറ്റ് നല്ലതാണ് എന്നാണ് അർത്ഥം. പക്ഷെ ഫിറ്റിന്റെ ഗുഡ്നസ് ഫിറ്റ് ചെയ്യുന്നത് കണ്ടുപിടിക്കുന്നത് അങ്ങനെയല്ല. നമ്മൾ വേറെ കൈ-സ്ക്വയർ ഡിസ്ട്രിബ്യൂഷനെ പറ്റി ടെസ്റ്റ് ചെയ്തിട്ടാണ് ഗുഡ്നസ് ഓഫ് ഫിറ്റ് കണ്ടുപിടിക്കുന്നത്. അത് നമ്മൾ അടുത്ത സെമിലാണ് പഠിക്കുന്നത്. ഓക്കെ, നമുക്ക് അനുമാനിക്കാം അടുത്തടുത്ത് വാല്യൂസ് കിട്ടുവാണെങ്കിൽ ഏകദേശം നമ്മളെടുത്ത ഡിസ്ട്രിബ്യൂഷൻ കറക്റ്റ് ആണ്. ഓക്കെ, ഇനി പോസോണിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. പോസോണിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം.
fit a Poisson distribution to the following data. Fit a Poisson distribution to the following data. Following data നമുക്ക് ഡേറ്റ എഴുതാം. x equal to 0 1 2 3 4 5 6 7 8 9 10. x ന്റെ വാല്യൂ f 103 0 ക്ക് 143 98 42 8 4 2 0 0 0. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ആപ്റ്റ് ചെയ്യുന്ന ഒരു ഡേറ്റ നിങ്ങൾക്ക് കാണുമ്പോഴേ അറിയാം എന്താ, ഫസ്റ്റ് 3 വാല്യൂസിനാണ് ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി വന്നിരിക്കുന്നത്. അതിനുശേഷം കുറഞ്ഞാണ് വരുന്നത്. അങ്ങോട്ട് പോകും തോറും എന്താണ്, ഫ്രീക്വൻസി വളരെ നെഗ്ലിജിബിൾ ആണ്, ഈവൻ 0 ആണ്. ഓക്കെ, ഹയർ വാല്യൂസ് ഓഫ് എക്സിന് നമ്മൾ പോസോൺ ഡിസ്ട്രിബ്യൂഷൻ പഠിച്ചപ്പോ പ്രത്യേകം പഠിച്ചായിരുന്നു. എന്താ, പോസോൺ ഡിസ്ട്രിബ്യൂഷൻ പഠിച്ചപ്പോ നമ്മൾ പ്രത്യേകം പഠിച്ചത് എന്താ, പോസോൺ ഡിസ്ട്രിബ്യൂഷൻ എന്താണ് റാൻഡം വേരിയബിൾ, ഒരു പർട്ടിക്കുലർ ടൈം ഇന്റർവെല്ലില് ഒരു എന്താ, പർട്ടിക്കുലർ ടൈം ഇന്റർവെല്ലില് ഒരു റയറസ്റ്റ് ഇവന്റിന്റെ എണ്ണം, ഒരു റയറസ്റ്റ് ഇവന്റിന്റെ എണ്ണം ഒരു പർട്ടിക്കുലർ ടൈം ഇന്റർവെൽ നടക്കുകയാണെങ്കിൽ ആ എണ്ണം ആണ് റാൻഡം വേരിയബിൾ. അപ്പൊ നമുക്കറിയാം റയറസ്റ്റ് ഇവന്റിന്റെ എണ്ണം ഒരു പർട്ടിക്കുലർ ടൈം ഇന്റർവെല്ലില് 0 ആയിരിക്കും, 0 1 ആയിരിക്കും, അല്ലെങ്കിൽ 2 ആയിരിക്കും ഏറ്റവും കൂടുതൽ. എണ്ണത്തിന്റെ ചാൻസ്, എണ്ണത്തിന്റെ മാഗ്നിറ്റ്യൂഡ് വലുതാകും തോറും അതിന്റെ ചാൻസ് കുറയുകയാണ്, അല്ലെങ്കിൽ അതിന്റെ എണ്ണം കുറയുകയാണ്. ആ ബന്ധമാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരു പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ഫിറ്റ് ചെയ്യുന്ന ഡേറ്റ കണ്ടാൽ തിരിച്ചറിയുന്നത് ഇങ്ങനെയാണ്. എന്താ, ഫസ്റ്റ് 3 അല്ലെങ്കിൽ ഫസ്റ്റ് 3 or 4 എന്താ ഒബ്സർവേഷൻ ആയിരിക്കും മാക്സിമം ഫ്രീക്വൻസി വരുന്നത്, അതിനുശേഷം ഫ്രീക്വൻസി കുറഞ്ഞു വരും. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ടത് എക്സ് കണ്ടുപിടിക്കുക, എഫ് എക്സ് എഫ് എക്സ് ഐ എഫ് ഐ എക്സ് ഐ എഫ് ഐ കണ്ടുപിടിക്കുക, എക്സ് ബാർ കണ്ടുപിടിക്കുക. ഇതാണ് ലാംഡ. ലാംഡയ്ക്ക് വരും എഫ് ഓഫ് എക്സ് ഇ റൈസ് ടു മൈനസ് എക്സ് ബാർ, എക്സ് ബാർ റൈസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടർ. ഈ എന്താണ് ഇക്വേഷനിലേക്ക് എക്സ് ബാർ കണ്ടുപിടിച്ചതിന് ശേഷം, ഇതിനകത്ത് എക്സ് ബാർ കണ്ടുപിടിച്ചതിന് ശേഷം ഈ ഇക്വേഷൻ എഴുതുക. ഇതിലേക്ക് ഓരോ എക്സിന്റെ വാല്യൂ 0 1 2 3 ഇട്ട് കൊടുക്കുക. ഓരോന്നിന്റെയും പ്രോബിലിറ്റി കണ്ടുപിടിക്കാൻ കിട്ടാനുള്ള തിയററ്റിക്കൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക, n സമ്മേഷൻ എഫ് ഐ n ഇൻറ്റു എഫ് ഓഫ് 0 ചെയ്താൽ തിയററ്റിക്കൽ ഫ്രീക്വൻസി ഓഫ് 0 കിട്ടും. തിയററ്റിക്കൽ ഫ്രീക്വൻസി ഓഫ് 1 കിട്ടാൻ n ഇൻറ്റു എഫ് ഓഫ് 1 കിട്ടും. ഇത് കണ്ടുപിടിക്കുക. എന്നിട്ട് നമ്മൾ ഈ ഫ്രീക്വൻസി ആയിട്ട് കമ്പയർ ചെയ്യുക. 0യുടെ തിയററ്റിക്കൽ ഫ്രീക്വൻസിയും ഒബ്സർവ് ഫ്രീക്വൻസിയും തമ്മിൽ കമ്പയർ ചെയ്യുക. അപ്പൊ ഏകദേശം അടുത്ത് വരും. ഓക്കെ, ഇങ്ങനെയാണ് ഡേറ്റ ഫിറ്റ് ചെയ്യുന്നത്. ഇപ്പൊ പ്രോബ്ലംസ് ചെയ്യുക. പ്രോബ്ലം ചെയ്താൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. പിന്നെ ഈ തേർഡ് സെമസ്റ്ററിലെ പേപ്പറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് കൂടുതൽ ഇമ്പോർട്ടൻസ് തിയറിക്കാണ്. തിയറിയിലെ ഡെറിവേഷൻസും തിയറിയിലെ മീൻ വേരിയൻസ് റിലേഷൻസ് അങ്ങനെയുള്ള എന്താണ് തിയററ്റിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ചോദിക്കാറ്. പ്രോബ്ലം ചോദിക്കാറുണ്ട്. ഫിറ്റിംഗ് ഓഫ് എ ഡിസ്ട്രിബ്യൂഷൻ ചിലപ്പോൾ സി പാർട്ട് ചോദിച്ച് കാണാറുണ്ട്, ചിലപ്പോൾ ഇമ്പോർട്ടന്റ് ആണ്. നന്നായിട്ട് പഠിക്കുക.